നമ്മളൊരു ഫെഡറൽ രാജ്യമാണ്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ പോലും ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംയുക്ത ഭരണത്തിൽ കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊരു കോപ്പറേറ്റീവ് നേച്ചർ, സഹകരണാത്മകമായൊരു ഫെഡറലിസമാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും നല്ല ബന്ധമാണ്. ആ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചാലേ പറ്റൂ. അതിന് നമുക്കുള്ള വിവിധ ഭാഷകൾ അതിനൊരു ഉപകരണമാക്കി മാറ്റണം. അല്ലാതെ ഒരു ഡിസ്കോർഡല്ല, അതിനെ ഒരു വൈരുദ്ധ്യതയ്ക്കല്ല, മറിച്ച് അതിനെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. നമ്മുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി സൗത്ത് ഇന്ത്യൻ ഭാഷ പഠിക്കുന്നതിനോട് എതിർപ്പൊന്നുമില്ല. അതേസമയം മാതൃഭാഷയെ പഠിച്ചു തുടങ്ങണം, അത് കഴിഞ്ഞ് സ്റ്റേറ്റിൻ്റെ ഭാഷയെ പഠിക്കണം. പിന്നീട് അങ്ങോട്ടുള്ള പഠനം വരുമ്പോൾ ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയും ഒക്കെ പ്രാധാന്യം എടുത്ത് പറയുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ്. ഇത്രത്തോളം ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ ഫീലിംഗ് വാസ്തവത്തിൽ വരാത്തതിൻ്റെ ഒരു കാരണം പരമ്പരാഗതമായി പഴയകാലത്ത് ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട് നല്ലപോലെ കൃഷി ചെയ്യും, അധ്വാനികളാണ്. അതുകൊണ്ട് അവർക്ക് അന്ന് ജീവിക്കാൻ ഒരു വിഷമവും ഉണ്ടായില്ല. പിന്നീട് വ്യാവസായികമായി വളർന്നു, ആരോഗ്യരംഗത്ത് മാറ്റങ്ങളുണ്ടായി, വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടായി. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം അനുസരിച്ച് ഇപ്പോൾ IT രംഗത്തിലൊക്കെ വളർച്ചയുണ്ടായി. ഈ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മറ്റ് ഭാഷകളെ അക്കോമഡേറ്റ് ചെയ്യണം. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അത് അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം കുറച്ചൊക്കെ വരും. അത് പറയുന്നതിന് ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ നമുക്കറിയാം, കന്യാകുമാരി ജില്ല പഴയകാലത്ത് കേരളത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ആ ഭാഗം കേരളത്തിൻ്റെ ഭാഗമായിരുന്ന കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് 56-ലാണ് ഇത് മാറിക്കിട്ടിയത്. അതിനുശേഷവും തമിഴ് രാഷ്ട്രീയത്തിൻ്റെ വലിയ ശക്തി വരാത്തൊരു ജില്ലയാണ് ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്. അവിടെ DMKക്ക് വളരാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ പണ്ട് കരുണാനിധിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ അതിർത്തി എന്ന് പറയുന്നത് തിരുനെൽവേലിയാണ്, നെല്ലേ എങ്കൾ എല്ലേ എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അപ്പോൾ അതിനൊരു ബോർഡറുണ്ട്, തമിഴ്നാടിന് തന്നെ ഒരു ബോർഡറുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ തമിഴ്നാട്ടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിൽ അവിടെയുള്ള മിക്കവാറും മലയാളികളെല്ലാം ന്യൂനപക്ഷമായി എന്ന് മാത്രമല്ല, അവിടെ നിന്ന് അടിച്ചോടിക്കപ്പെട്ട അവരെല്ലാം തിരുവനന്തപുരവും കൊല്ലവും ഒക്കെ പോയി. പേരിന് മാത്രമാണ് അവിടെ മലയാളത്തിൻ്റെ ഒരു സബ്സിഡറിയോ ഒരു ചെറിയ സ്കൂളോ ഒക്കെ ഉണ്ടെങ്കിൽ ഭാഷ തീർന്നു. അവിടെ ഒരു കാലത്ത് തിരുവനന്തപുരം ജില്ലയായിരുന്നു കന്യാകുമാരി, ആ ഭാഗത്ത് നിന്നാണ് മാറിയത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് ഭാഷകൾ അക്കോമഡേറ്റ് ചെയ്യാതെ ഇത്തരത്തിൽ പോകുന്നത് ശരിയല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഇനി അങ്ങോട്ട് മുന്നണി ഭരണം ശക്തമാകാനേ സാധ്യതയുള്ളൂ. പഴയ കാലത്ത് മുന്നണി ഭരണത്തിലുണ്ടായിരുന്നപ്പോഴും അക്കോമഡേറ്റ് ചെയ്യാനും അത്യാവശ്യ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രത്യേക കഴിവ് DMKയ്ക്കുണ്ട്. അത് വാജ്പേയി ഗവൺമെൻറ്റിലായാലും മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കാലത്തും നല്ല വികസന പദ്ധതികളെല്ലാം നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് കൊണ്ടുപോയി തമിഴ്നാടിന് വേണ്ട പുരോഗതി. വാസ്തവത്തിൽ അക്കാര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാർ തമിഴ്നാടിനെ കണ്ടുപിടിക്കേണ്ടതാണ്. എങ്ങനെ പ്രാദേശിക വികസനം കൊണ്ടുവരാൻ മുന്നണി രാഷ്ട്രീയത്തിൽ നിന്ന് പറ്റുമെന്നുള്ളത്. അത് നിർഭാഗ്യവശാൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിനകത്ത് ഒരു സമയത്ത് 10 മന്ത്രിമാർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കേരളത്തിൽ നിന്നുണ്ടായിട്ട് കേരളത്തിനൊരു ചുക്കും വളർച്ച ഉണ്ടായില്ല. തമിഴ്നാട് വരെ നന്നായിട്ട് കൊണ്ടുവന്നു. കാരണം അവർക്ക് ആ പ്രദേശത്തോടുള്ള പ്രത്യേക സ്നേഹം, അതാണ് അവരത് കാണിച്ചത്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലത്ത് മുന്നണി ഭരണം വരികയും, ഒരു ഉദാഹരണം കൂടി പറയാം. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഒരു പക്ഷേ BJPയും NDAയും തോക്കുകയാണെങ്കിൽ, എന്നാൽ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ കുറച്ചുണ്ടായിരുന്നു. അന്ന് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായിട്ട് പ്രൊജക്റ്റ് ചെയ്ത തമിഴ്നാട്ടിലെ ഒരാളാണ് കന്നിമൊഴി. നമുക്കറിയാം, പ്രചരണത്തിൻ്റെ ആ സമയങ്ങളിലൊക്കെ കന്നിമൊഴിയാണ് ഞങ്ങളുടെ അടുത്ത ഉപപ്രധാനമന്ത്രിയത്. നമുക്കറിയാം, പക്ഷേ നമുക്കൊക്കെ അറിയാം ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. NDA ഭരണം വരുമെന്ന് ഉറപ്പിച്ച് നമ്മൾ കണക്കാക്കിയതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇനി മുന്നണി ഭരണം വരികയും നാളൊരു കാലത്ത് DMK NDAയുടെയോ UPയുടെയോ ഭാഗമായിക്കൂടാന്നൊന്നുമില്ല. ഇപ്പോൾ UPയുടെ ഭാഗമാണ്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ആ അക്കോമഡേഷൻ വരുമ്പോൾ ലാർജർ ഇന്ത്യയെ കൂടി കണ്ടുകൊണ്ടേ DMKക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ എന്നും ഞങ്ങളുടേത് മാത്രമായ ഒരു ലോകം. കാരണം പഴയ കാലത്ത് 1972 വരെ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഓട്ടോണമി വേണമെന്ന് വാദിച്ചൊരു പാർട്ടിയാണ് DMK. ആ DMKയുടെ ആ സെപ്പറേറ്റിസ്റ്റ് ഫീലിംഗ് പിൽക്കാലത്ത് അസ്തമിക്കുകയും ഇന്ത്യയുടെ ഇൻ്റഗ്രേഷനിൽ ഇത് വരികയും ചെയ്തു. അത് ഈ സമയത്ത് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ഫീലിംഗ് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ, തമിഴകം ഒരു രാജ്യമാകണം എന്നൊക്കെ പഴയ കാലത്ത് കരുണാനിധി അണ്ണാദുരയൊക്കെ പറഞ്ഞെങ്കിൽ, പിന്നീട് അത് മെലോ ഡൗൺ ചെയ്ത് ഇന്ത്യയിലെ ലാർജർ ഇന്ത്യയിൽ വരും. അതാണ് ആ ഫെഡറൽ സിസ്റ്റത്തിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ DMK വരുമ്പോൾ DMK തിരിച്ച് ഈ ഇന്ത്യയിലെ ബഹുഭാഷകളെ, പ്രത്യേകിച്ച് ഹിന്ദിയെയും അതിൻ്റെ പ്രാധാന്യത്തോടെ കാണുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്.